മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 3 യോഹന്നാൻ 1 മുതൽ 4 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. Third letter of St. John, chapter 1, verses 1 to 4. സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്, വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല. യോഹന്നാൻ 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചു എന്നാണ് പാരമ്പര്യ വിശ്വാസം. തന്റെ വാർദ്ധക്യത്തെപ്പറ്റി യോഹന്നാൻ അഭിമാനവും സന്തോഷവുമാണ് ഉണ്ടായിരുന്നത്. വാർദ്ധക്യത്തെ ഭൂരിഭാഗം ആൾക്കാരും ഇഷ്ടപ്പെടുന്നില്ല. വയസ്സനായി എന്ന് പറയുന്നത് കേൾക്കുന്നതും ഒട്ടും താല്പര്യവുമില്ല. വേഷഭൂഷാദികൾ കൊണ്ട് വാർദ്ധക്യം മറയ്ക്കുവാൻ അക്കൂട്ടർ ശ്രമിക്കുന്നു. വൃദ്ധന്മാരായി വളർന്നു വരണം, വളർന്ന് വൃദ്ധന്മാരുണ്ടാകുന്നത് ആകരുത് എന്നൊരാൾ പറഞ്ഞു. ശരീരബലഹീനതയും വാർദ്ധക്യവും വരുമ്പോൾ നാം വളരുന്നവരായിരിക്കണം. ശരീരം ക്ഷീണിച്ചാലും അനുഭവജ്ഞാനത്തിലും വിവേകത്തിലും ആത്മീയ അനുഭവത്തിലും പക്വതയിലും വളർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. വാർദ്ധക്യം മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് ശരീരബലവും ബാഹ്യ സൗന്ദര്യവും മാത്രമാണ്. മറ്റെല്ലാ കാര്യത്തിലും അധികം നേട്ടങ്ങളാണ് ഉണ്ടാവുക. നാം നമ്മുടെ ഒരു കുറവിനെ വലിപ്പപ്പെടുത്തുകയും അനേകം നേട്ടങ്ങളെ വിസ്മരിക്കുകയും അരുത്. നമ്മളിൽ ആരെങ്കിലും വാർദ്ധക്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതിന് പകരം തിരിച്ച് ശൈശവത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് ചിന്തിക്കുക. ഇന്നത്തേക്കാൾ ചെറുപ്പമായിരിക്കും നാളെ. ദിവസങ്ങൾ കഴിയും തോറും അറിവും കുറഞ്ഞുകൊണ്ടിരിക്കും. ക്രമേണ യുവാവായും ബാലനായും ശിശുവായും രൂപഭേദം സംഭവിക്കുന്നു. അവസാനം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതുപോലെ ഒന്നുമില്ലായ്മയിൽ അപ്രത്യക്ഷമാകും. അപ്രകാരമുള്ള പതനത്തേക്കാൾ എത്രയോ ഉത്തമവും അഭികാമ്യവുമാണ് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥിതിയിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നത്. അവസാനം നിത്യതയെ പ്രതീക്ഷിച്ച് മരിക്കുകയും ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട വാർദ്ധക്യത്തിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നാം വളർന്ന വാർദ്ധക്യത്തിലെത്തുകയല്ല, വാർദ്ധക്യത്തിലും വളരുകയാണ് ആവശ്യം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.